സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ദുൽഖർ സൽമാനെതിരെയും മമ്മൂട്ടിക്കെതിരെയും അതേപോലെ തന്നെ അമിത് ചക്കാലക്കലിനെതിരെയും പൃഥ്വിരാജിനെതിരെയും അഴിച്ചുവിട്ട BJP അഴിച്ചുവിട്ട വലിയൊരു ആരോപണങ്ങളും അതിനെപ്പറ്റി ഉണ്ടായ വിഷയങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്താണല്ലേ. അപ്പോൾ ഇന്നലെ വീണ്ടും പുതിയൊരു വാർത്ത കൂടി രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഈ ദുൽഖർ സൽമാന്റെ നിസാൻ പെട്രോൾ എന്ന് പറയുന്ന ഒരു വാഹനം അത് പിടിച്ചെടുത്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് ദുൽഖർ സൽമാൻ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന ഭൂട്ടാനിൽ നിന്നും സൈന്യത്തിന്റെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന വാഹനം ഒരു സുഹൃത്തിന്റെ വീട്ടിൽ, ഒരു ബന്ധുവിന്റെ വീട്ടിൽ ഒളിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഈ വാഹനം കണ്ടെടുത്തതെന്നാണ് പറയുന്നത്. ദുൽഖർ സൽമാൻ അത്ര നല്ല വ്യക്തി അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? ദുൽഖർ സൽമാൻ കള്ളനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? ദുൽഖർ സൽമാൻ വാഹനം അവിടെ നിന്ന് കടത്തിക്കൊണ്ട് വന്നതിന് മമ്മൂട്ടി എന്ന് പറയുന്ന അതുല്യ നടൻ, അല്ലെങ്കിൽ ഒരു മഹാനായ അല്ലെങ്കിൽ ഒരു വ്യക്തി, ഈ സമൂഹത്തിൽ ഇത്രയും അധികം ജനങ്ങൾ ആരാധിക്കുന്ന ഒരു വ്യക്തി അതിനൊപ്പം കള്ളത്തരത്തിനൊപ്പം കൂട്ടുചേർന്ന് നിന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവും അല്ലേ? അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് എനിക്കറിയാം. കാരണം ഇത് ചിന്തിക്കുന്ന ആളുകൾ സംഘിക്കുട്ടന്മാർ മാത്രമായിരിക്കും. ചാണകം തിന്ന് വളർന്ന് മെഴുകി കിടക്കുന്ന അടിമ സംഘികൾ മാത്രമായിരിക്കും ഇത് ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും. അതിലൊരു സംശയവുമില്ല. നിസ്സംശയം പറയാം, ഇത് സംഘികളുടെ ഏറ്റവും വലിയ കളി തന്നെയാണ്. ലക്ഷ്യം വെച്ചത് പൃഥ്വിരാജിനെ ആണെന്നുണ്ടെങ്കിൽ അത് കൊണ്ടത് മമ്മൂട്ടിക്കും ദുൽഖർ സൽമാനും ആണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ദുൽഖർ സൽമാന് ഈ ഭൂട്ടാനിലെ ഒരു സൈന്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടി അവിടെ നിന്ന് കടത്തിക്കൊണ്ട് വന്നിരിക്കുന്നു എന്നാണ് പുതിയ വാർത്തകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതും നിസാൻ പെട്രോൾ എന്ന് പറയുന്ന ഒരു വാഹനം അത് ഒളിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു. ആ വാഹനം അവിടെ നിന്ന് കണ്ടെത്തിയപ്പോൾ അതിന്റെ ഓണർഷിപ്പ് ഉണ്ടായിരുന്നത് ഒരു പട്ടാളക്കാരന്റെ ആയിരുന്നു. അടിച്ചു മാറ്റിക്കൊണ്ട് ചിലപ്പോൾ ആ പട്ടാളക്കാരൻ പോകുന്ന വഴിയിൽ നിന്ന് ഈ പറയുന്ന ദുൽഖർ സൽമാൻ അടിച്ചു മാറ്റിയതായിരിക്കാം തോന്നുന്നു കേട്ടോ. അങ്ങനെയായിരിക്കും സംഭവം. അപ്പൊ നമുക്ക് ആദ്യം വീഡിയോ കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഭൂട്ടാൻ കാർ കടത്തലുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ നങ്കൂറിൽ ദുൽഖർ സൽമാന്റെ വാഹനം കണ്ടെത്തി കസ്റ്റംസ്. കൊച്ചിയിലെ ബന്ധുവിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് കർണാടക രജിസ്ട്രേഷനുള്ള നിസാൻ പെട്രോൾ കാർ കണ്ടെത്തിയത്. ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന കാറുകളിൽപ്പെട്ട മറ്റൊരു വാഹനം കൂടി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. കർണാടക രജിസ്ട്രേഷനിലുള്ള KA01 MV 8663 നമ്പറിലുള്ള റെഡ് നിസാൻ പെട്രോൾ വാഹനമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ ദുൽഖറിന്റെ കൊച്ചിയിലെ ബന്ധുവിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഈ വാഹനം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം കസ്റ്റംസ് നടത്തിയിരുന്നു. അന്ന് ദുൽഖറിന്റെ വീട്ടിലും ഒപ്പം തന്നെ കൊച്ചിയിലെ പനമ്പള്ളി നഗറിലുള്ള ദുൽഖറിന്റെ ഗ്യാരേജിലും കസ്റ്റംസ് പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിലൊന്നും ഈ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ലാൻഡ് റോവറിന്റെ ഡിഫൻഡർ വാഹനം മാത്രമാണ് ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത്. ഈ വാഹനം പിന്നീട് കസ്റ്റംസ് സീസ് ചെയ്യുകയും ചെയ്തിരുന്നു. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഡിഫൻഡർ വാഹനമാണ് സീസ് ചെയ്തത്. അപ്പോൾ തന്നെ ഈ നിസാൻ പെട്രോൾ വാഹനത്തിന് വേണ്ടിയുള്ള പരിശോധനകൾ കസ്റ്റംസ് ആരംഭിച്ചിരുന്നു. ഇന്നിപ്പോൾ കസ്റ്റംസിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഫ്ളാറ്റിന്റെ കാർപോർച്ചിൽ നിന്ന് വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. ചുവന്ന നിറത്തിലുള്ള വാഹനമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ വാഹനം ഹിമാചൽ പ്രദേശ് സ്വദേശിയിൽ നിന്ന് ദുൽഖർ വാങ്ങിയതാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാട് രേഖകൾ ഇതിനോടകം തന്നെ കസ്റ്റംസിന്റെ കയ്യിലുണ്ട്. ചേസസ് നമ്പറും ഒപ്പം തന്നെ എഞ്ചിൻ നമ്പറും എല്ലാം കസ്റ്റംസിന്റെ കയ്യിലുണ്ട്. നിലവിൽ ദുൽഖർ സൽമാൻ ഈ വാഹനം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കസ്റ്റംസ് കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് നേരത്തെ കൊള്ളാം. മരുന്ന് നിറച്ചവനും തീ കൊളുത്തിയവനും കേസില്ല, പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ടവനാണ് കേസ്. ഇതിൽ ഞാൻ കണ്ടൊരു ശ്രദ്ധേയമായ ഒരു കമന്റാണ്. അതിർത്തി കടത്തിയവന് കുറ്റമില്ല, കാശ് വാങ്ങി വണ്ടി ഹിമാചൽ പ്രദേശ് രജിസ്ട്രേഷൻ ആക്കിയെടുത്ത സർക്കാരിന് ഒരു കുറ്റവുമില്ല, കേരളത്തിലോട്ട് കൊണ്ടുപോകാൻ NOC തന്നവർക്കും കുറ്റമില്ല, കേരളത്തിൽ ചോദിക്കുന്ന പൈസ വാങ്ങി എല്ലാ നികുതിയും വാങ്ങി ഇത് രജിസ്റ്റർ ചെയ്ത സർക്കാരിനും ഒരു കുറ്റവുമില്ല, ഇതിനെല്ലാം പൈസ മുടക്കിയ പാവം പൗരനാണ് ഏറ്റവും വലിയ കുറ്റക്കാരനെന്നാണ് ആ ഒരു കമന്റിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ സത്യമായിട്ടുള്ള ഒരു കമന്റ് തന്നെയാണ്, അല്ലെ? വളരെ സത്യമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ആ വാഹനം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ കയറ്റുമതി ഇറക്കുമതി എല്ലാ ചുങ്കവും കൊടുത്തതിന് ശേഷം വാഹനത്തിന്റെ A to Z കാര്യങ്ങളിൽ അതിന്റെ നമ്പർ പ്ലേറ്റോ അതിന്റെ പെയിന്റോ എന്ത് കാര്യമായിക്കോട്ടെ, ഒരു ടയർ ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും ഫീസ് അടച്ചിട്ട് നികുതിയും അടച്ചാണ് ആ വാഹനം കേരളത്തിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ അതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്? ഈ വാർത്തയിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്, ഇന്ത്യൻ ആർമിയുടെ പേരിൽ, ഫസ്റ്റ് ഓണർഷിപ്പ് ഇന്ത്യൻ ആർമിയുടെ പേരിൽ, വ്യാജ പേരിൽ എടുത്തിരിക്കുന്ന വാഹനമാണെന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തകരെ ഇത് ദുൽഖർ സൽമാന്റെ ഭാഗത്ത് തെറ്റാവുന്നത്, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഭാഗത്ത് തെറ്റാവുന്നത്? നിങ്ങൾ ഈ അണ്ണാനെ മരങ്കേറ്റം പഠിപ്പിക്കരുതെന്ന് ഞാൻ എടുത്തു പറയാണ്. കാരണം മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടൻ, അയാൾ സിനിമയിൽ വരുന്നതിനേക്കാൾ മുൻപ് അണിഞ്ഞിരുന്ന ഒരു വേഷമുണ്ടായിരുന്നു. ബ്ലാക്ക് കോട്ടും വൈറ്റ് ഷർട്ടും ഒക്കെ ആയിരുന്നു ആ ഒരു വസ്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് ആരാണ് ധരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ?
അതെ, വക്കീലായിരുന്നു. ആ വക്കീൽ ജോലി വേണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ വക്കീൽ ജോലിയിൽ നിന്ന് മാറിയിട്ടാണ് മമ്മൂട്ടി സിനിമ എന്ന് പറയുന്ന വലിയ ഒരു മായാ ലോകത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു മായാജാലം തീർക്കാനായിട്ട് ഈ ഒരു വലിയ സ്ക്രീനിലേക്ക് വന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇടിച്ചു കയറി വന്നത്. ആ വന്നത് വലിയൊരു തരംഗം ഉണ്ടാക്കിക്കൊണ്ടാണെങ്കിൽ ഇന്നും അയാൾ നിലനിൽക്കുന്ന വലിയ തരംഗം ഉണ്ടായിക്കൊണ്ട് തന്നെയാണ്. ഇന്നിപ്പോൾ അയാളുടെ സ്റ്റാറ്റസും അയാളുടെ സ്റ്റാർഡവും അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ ഇമേജും തകർക്കാൻ വേണ്ടിയിട്ട് സംഘിമിത്രമായിട്ടുള്ള കസ്റ്റംസ് കമ്മീഷണർ കാണിച്ച ചെറ്റത്തരമല്ലേ ഇത്, തോന്നിവാസമല്ലേ ഇത്? തോന്നിയ പോലെ ഒരാൾക്കെതിരെ ഒരു പരാതി എടുക്കുക. നാളെ നീയൊക്കെ ഉറക്കമായിരുന്നോടാ ക്രിസംഗി കുട്ട. ആ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇത്രയും വർഷങ്ങളായതിനു ശേഷം ഇപ്പോഴാണ് ഓപ്പറേഷൻ നുങ്കുറന്നൊരു പേരുമിടുകയും ചെയ്തതും അതിനെതിരെ വലിയ അന്വേഷണം നടത്തുകയും ചെയ്തത്. അന്വേഷണം നടത്തി ആ വാഹനം കണ്ടുപിടിച്ച് കുറ്റക്കാർക്കെതിരെ കേസെടുക്കാനായിരുന്നു നിങ്ങളുടെ തീരുമാനമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആദ്യം മഞ്ഞരമ്മയ്ക്ക് ഒരു വാർത്ത കൊടുത്തു? എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിഷയം, നിങ്ങളുടെ ഇന്റൻഷൻ അതായിരുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് പോലീസിനെ അല്ല ഇവിടെയുള്ള സേനയെ അറിയിക്കണമായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിനെ നിങ്ങൾ ഓൾറെഡി അറിയിച്ചിട്ടുണ്ടാവും. മഞ്ഞരമ്മയെ അറിയിച്ച് അതിൽ കൂടി ഒരു ചീപ്പ് പബ്ലിസിറ്റി ഉണ്ടാക്കി അതിൽ കൂടി ദുൽഖറും മോഹൻലാലിനെയും എല്ലാം ഒരു കരിവാരിത്തേക്കാം, മമ്മൂട്ടിയെല്ലാം കരിവാരിത്തേക്കാം വിചാരിച്ചുകൊണ്ട് വലിയ രീതിയിലൊരു പരിപാടിയുമായിട്ട് വന്നിട്ട് അടപടലം മൂഞ്ചിപ്പോന്നൊരവസ്ഥ നമ്മൾ കണ്ടത്. എന്നാലും എങ്ങും നിർത്താതെ ഒരു സാറിന്റെ കോളും വന്ന് പേടിച്ച് വരണ്ടു പോയൊരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ നമ്മൾ കണ്ടു. അയാൾ എവിടെയാണിപ്പോ? അയാളുടെ തലയുമില്ല, വാലുമില്ല, എലി കിടന്നിടത്ത് ഒരു പൂട പോലും ഇല്ല, അല്ലെ പുലി കിടന്നിടത്ത് ഒരു പൂട പോലും ഇല്ല എന്ന് പറയുന്നത് പോലെ എവിടെ പോയെന്ന് പോലും അറിയില്ല. പക്ഷേ ദുൽഖറിനെതിരെ വലിയ രീതിയിലുള്ള ഒരു അക്രമമാണ് ഇവർ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ദുൽഖറിന്റെ ഓരോ വാഹന ശേഖരം ഇവർ കണ്ടെത്തുകയാണ്. ദുൽഖർ ഈ വാഹനങ്ങളെല്ലാം അവിടെ നിന്ന് അടിച്ചുകൊണ്ട് വന്നതാണെന്നാണ് പറയുന്നത്. ദുൽഖർ ഭൂട്ടാനിലേക്ക് പോയിട്ടുള്ള ഒരു അവരുടെ യാത്രാ ഡീറ്റെയിൽസ് ഇനി വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, റൂട്ട് മാപ്പ് ചെക്ക് ചെയ്യാം. ഇതൊക്കെ ചെക്ക് ചെയ്താലും തെറ്റാരാണ് ചെയ്തതെന്നും തെറ്റാരുടെ ഭാഗത്താണെന്നും ശരി ആരുടെ ഭാഗത്താണെന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ആരെയാണ് നിങ്ങൾ ഈ അടിച്ചമർത്താൻ നോക്കുന്നതെന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷേ നിങ്ങളുടെ ഈ പരിപാടി എങ്ങും വില പോലെ. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ മമ്മൂട്ടി സിനിമയിൽ വരുന്നതിന് മുൻപ് അണിഞ്ഞിരുന്നൊരു വേഷമുണ്ടെന്നും അണ്ണാനെ മരങ്കേറ്റം പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ്? എല്ലാ നിയമത്തിന്റെ വശങ്ങളെ പറ്റിയും കൃത്യമായിട്ടുള്ള ഒരു ധാരണയുള്ള ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയുടെ മകൻ ഈ കള്ളത്തരങ്ങൾ കാണിക്കാനായിട്ട് മുന്നിലേക്ക് നിൽക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം മമ്മൂട്ടി ഒരു വക്കീലായിരുന്നെങ്കിൽ ആ മമ്മൂട്ടിയുടെ എല്ലാ ധാർഷ്ട്യവും, മമ്മൂട്ടിയുടെ എല്ലാ സ്വഭാവങ്ങളും, അല്ലെങ്കിൽ മമ്മൂട്ടി കാണിക്കുന്ന ഓരോ കുറ്റവാളികൾക്കെതിരെ എടുക്കുന്ന ആക്ഷനും എല്ലാ കാര്യങ്ങളെ പറ്റിയും കൃത്യമായുള്ള ധാരണയുള്ള ഒരു വ്യക്തിയായിരിക്കും അയാളുടെ മകൻ എന്ന് പറയുന്നത്. ആ മകൻ ഈ കൊള്ളരുതായ്മയ്ക്ക് കൂട്ടി നിൽക്കുമോ? ദുൽഖറിനെ വേറൊരു വീഡിയോയിൽ ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള നാളെ ഇതുവരെ ഒരു കള്ളത്തരം ചെയ്തിട്ടുള്ളതാണ് ദുൽഖർ പറയുന്നത്. ഈ വിഷയങ്ങൾക്കൊക്കെ മുൻപ് 4 മാസങ്ങൾക്ക് മുൻപുള്ള ഒരു വീഡിയോ ആണ്, ഇപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പൊ ആ ഒരു വീഡിയോയിൽ ദുൽഖർ സൽമാൻ ഇങ്ങനെയാണ് പറയുന്നത്: ഏറ്റവും കൂടുതൽ വാഹനങ്ങളോട് ക്രേസ് ഉള്ള ആളുകൾക്കെതിരെയാണ് ഇവരിപ്പോൾ ഈ ആക്ഷൻ എടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി എനിക്ക് വാഹനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്, ഞാൻ എല്ലാ വാഹനങ്ങളും വാങ്ങാറുണ്ട്, അതുപോലെ പബ്ലിഷ് ചെയ്യും, വീഡിയോസും ഫോട്ടോസും പബ്ലിഷ് ചെയ്യുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ടാണ് ഈ കസ്റ്റംസ് കമ്മീഷണർ ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. ഇനി ഓക്കെ, നിങ്ങളൊക്കെ പറയുന്നത് പോലെ ദുൽഖർ സൽമാൻ ഈ വാഹനങ്ങൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് വന്നതാണ് എന്നുള്ളത് നിങ്ങൾ പറയുന്നു. അതിന് കൃത്യമായിട്ടുള്ള രേഖകൾ ദുൽഖർ സൽമാന്റെ കയ്യിലുണ്ട്. ഒന്നുമില്ലാതെ എന്തായാലും വണ്ടിയോടെ കൊണ്ടുവരില്ല. അപ്പോൾ ആ രേഖകളെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് വിട്ടുകിട്ടണമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, അതായത് ഈ പോലീസുകാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന് വിട്ടുകിട്ടണമെന്ന് പറയുന്നതെങ്കിൽ ദുൽഖർ സൽമാൻ ഈടാക്കിയിട്ടുള്ള മുഴുവൻ തുകയും നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറാവണം. കാരണം ഈ ഒരു വാഹനത്തിന്റെ പിന്നാലെ, അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിന്റെ പേരിൽ അയാൾ കൊടുത്തിട്ടുള്ള എല്ലാ പണവും അയാൾക്ക് അർഹതപ്പെട്ടതാണ്. അയാൾ അർഹതപ്പെട്ടത് മാത്രമാണ്. കാരണം അയാൾ ഇതിന്റെ വാഹനം അയാൾക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് മോഹവില കൊടുത്തും അല്ലെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അയാൾ കോടികൾ മുടക്കിയിട്ടുണ്ടാവും. ആ മുടക്കിയ പണം മുഴുവൻ തിരികെ കൊടുത്തിട്ട് ആ വാഹനം നിങ്ങൾ എടുത്തു. അതാണ് ആണത്തം, അല്ലെങ്കിൽ അതാണ് ഒരു ബേസിക് മാനേഴ്സ് എന്ന് പറയുന്നത്. അത് കൊടുക്കാൻ പറ്റുന്നില്ല, ഇത് അഴിമതിയിൽ കൂടിയാണ് കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് തെളിയുകയാണെങ്കിൽ ദുൽഖർ ആ ഒരു പണം കൊടുക്കാനും തയ്യാറായിരിക്കും. ഒരു പക്ഷേ ആ നികുതി കൊടുക്കാനും അല്ലെങ്കിൽ അതിന്റെ പിഴ നിങ്ങൾക്ക് ഈടാക്കാനും ദുൽഖറിന്റെ ഭാഗത്ത് നിന്ന് പറ്റും. പക്ഷേ ദുൽഖർ സൽമാന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള രേഖകളുണ്ടെന്ന് ദുൽഖർ സൽമാൻ നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ കാണിക്കുകയും പറയുകയും ചെയ്തപ്പോഴും അതൊന്നും നോക്കാനൊന്നും മുതലെടുക്കാതെ, അല്ല അതൊന്നും നോക്കാനൊന്നും തയ്യാറാവാതെ നിങ്ങൾ കാണിച്ചുള്ള പരിപാടി എന്ത് വൃത്തികെട്ട പരിപാടിയാണ്. അത് ആരുടെ പേരിലാണ്? അത് ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ PR വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ അടിമകളാണെന്നുള്ള നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം. ക്രിസംഗിക്കുട്ടനായിട്ടുള്ള കസ്റ്റംസ് കമ്മീഷണറുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അയാൾ ഒരു അടിമയാണെന്നുള്ളത്. എന്ത് തന്നെയാണെങ്കിലും ഈ കാണിച്ചുള്ള പരിപാടികൾക്ക് മമ്മൂക്കയും ദുൽഖർ സൽമാനും വേറൊരു രീതിയിൽ മറുപടി കൊടുക്കുമെന്നുള്ളത് നമുക്കറിയാം. ദുൽഖർ സൽമാൻ ആണത്തമുള്ളവനായതും ഒറ്റത്തന്തയ്ക്ക് പിറന്നവനായതും ആയതുകൊണ്ടും അയാൾ ഒരു മാധ്യമ ചർച്ച വിളിച്ചുകൊണ്ട് അയാൾ ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. അയാൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ അയാൾ മാധ്യമങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കാതെ നിയമപരമായി തന്നെ ഒരു നടപ്പിലാക്കാൻ ശ്രമിച്ചു. ഈ കസ്റ്റംസ് കമ്മീഷണർ പോലും കാണിക്കാത്ത മര്യാദയാണ് ദുൽഖർ കാണിക്കുന്നത് നിങ്ങൾ ഓർക്കണം. അതായത് കസ്റ്റംസ് കമ്മീഷണർ എന്താ ചെയ്തത്? 31-ാം തീയതി, കഴിഞ്ഞ മാസം 31-ാം തീയതി ഈ ഒരു വാർത്ത നമ്മുടെ ഈ മഞ്ഞരമയ്ക്ക് കൊടുത്തു. മഞ്ഞരമ എടുത്ത് കൊട്ടിഘോഷിച്ചു. എന്നാൽ ദുൽഖർ സൽമാൻ എന്താ ചെയ്തത്? ഈ ഒരു ആരോപണവും പരാതിയും വന്നപ്പോൾ തന്നെ ഇത് കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. കാരണം തനിക്കെതിരെ അറസ്റ്റ് വരുമെന്നുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ
കോടതിയെ സമീപിച്ചു. എന്തുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത്? ഈ വിഷയങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള നിലപാട് വേണം, എൻ്റെ കയ്യിൽ പൂർണ്ണമായിട്ടുള്ള രേഖകളുണ്ട്, അത് സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ അത് നോക്കാനായിട്ട് കസ്റ്റംസ് കമ്മീഷണർ തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളിൽ കസ്റ്റംസ് കമ്മീഷണറിന്റെ ത്വരയും ദുൽഖർ സൽമാൻ സമീപിച്ചിരിക്കുന്ന നിലപാടും എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ദുൽഖർ സൽമാൻ അതിനെ നിയമപരമായിട്ട് നേരിട്ടു. അതാണ് ആണത്വം ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇതുപോലും ഇല്ലാത്ത കസ്റ്റംസ് കമ്മീഷണറിന്റെ ഈ ഒരു ത്വര അത് നിങ്ങളുടെ ഈ ഉള്ളിലുള്ള ഈഗോ തീർക്കാനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള സെലിബ്രിറ്റീസിനോടുള്ള വിരോധം തീർക്കാനായിട്ടാണ് നിങ്ങൾ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചതെന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും സാറേ. സാറ് ചെയ്തത് വലിയ പ്രവൃത്തിയാണ് സാറേ, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല സാറേ. സാറ് ചെയ്തത് ചെറ്റത്തരവും തന്തയില്ലായ്മയുമാണ് സാറേ. ഇതിനുള്ള മറുപടി ദുൽഖർ സൽമാനും മമ്മൂട്ടിയും മോഹൻലാലും അതേപോലെ പൃഥ്വിരാജും എല്ലാവരും അമിത് ചക്കാലക്കലും എല്ലാവരും സാറിന് തരും സാറേ. സാർ അത് മനസ്സിലാക്കിക്കൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചാൽ സാറിന് കൊള്ളാം സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് സാറേ.